നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing. ദീപ, ആ ഒരു തൊപ്പിങ് ഉണ്ട്, പഞ്ചാബി തൊപ്പിങ് ഉണ്ടായിരുന്നത് നമ്മൾ വേറെ ലെവലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറവ്. നീ പറഞ്ഞ തൊപ്പി ഇല്ലാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും ആ ഒരു കുറവേ ഇപ്പൊ ഫീൽ ചെയ്യുന്നു. കാരണം പണ്ട് മുതലേ എന്റെ ആഗ്രഹമായിരുന്നു പഞ്ചാബി കോസ്റ്റ്യൂമിലൊന്ന് ഇറങ്ങണമെന്ന്. ഞാനപ്പോ ഇപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ ടിക്ടോക്ക് ഒക്കെ ചെയ്ത്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഞ്ചാബികൾക്ക് വേണ്ട ഒരു സാധനം നിനക്കില്ല. എല്ലാവർക്കുള്ളതൊക്കെ എനിക്ക്. അപ്പൊ നീ ചോദിക്ക് എന്താണ് ഇല്ലാത്തത്? എന്താണ് ഇല്ലാത്തത്? എടാ, പഞ്ചാബികൾക്ക് വേണ്ടത് നല്ല കട്ടി മീശ, കട്ടി താടി. ഇടയ്ക്കൊക്കെ പഞ്ചാബികൾ ഇതുപോലെ. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും പഞ്ചാബികളാണോ? പഞ്ചാബി അല്ലെങ്കിൽ അവർക്ക് ഏത് കോസ്റ്റ്യൂം ഇടാം, പക്ഷെ നിനക്ക് പഞ്ചാബി ഇടുമ്പോ മീശ താടി ഇല്ലല്ലോ. ഇത് വളർന്നു വരുന്ന പഞ്ചാബിയാണ്. അത് ശുഷ്കിച്ച അല്ലല്ല, വളർന്ന് ഈ ജസ്റ്റ് ശൈശവാവസ്ഥയുള്ള പഞ്ചാബിയാണ്. പഞ്ചാബികള് കരുത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഉഷിരാണ്. അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പച്ചക്കവര് നല്ല പാല് കുടിക്കും. പക്ഷെ ഇന്ന് കരുത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസും പഞ്ചാബി എന്നല്ല, പക്ഷെ പഞ്ചാബിലല്ലെങ്കിലും കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അവര് കരുത്ത് തെളിയിക്കാനാണ്. പഞ്ചാബിന്റെ കരുത്തുള്ള കേരളത്തിലെ പടക്കുതിരകളാണ് ഇന്ന്. Let's welcome the smart girls from Team A and Team B. Welcome. ടീം എയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്, ഇപ്പോൾ നമ്മുടെ ഷോയിൽ വരുന്ന പ്രേക്ഷകരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കൂടുതലും വരുന്നത് അവർ ഫ്രണ്ട്സ് വരാറുണ്ട്, കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാർ വരാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമുക്ക് വീട്ടമ്മമാർ വരാറുണ്ട്, റിലേറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഷോയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു. അവർ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര അഭിപ്രായമാണ്. അവർ പോയിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ഷോയെ പറ്റി ഈ പറയുന്ന അഭിപ്രായത്തിനും എല്ലാത്തിനും കമന്റ്സിനും എല്ലാത്തിനും ആദ്യമേ ഒരു നല്ലൊരു താങ്ക്സ് എല്ലാവരോടും പറയണം. എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. നിന്റെ ടീമില് കരുത്തരായിട്ടുള്ള ഒരുപാട് പേരെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് ഒന്നാമതിരിക്കുന്ന കുട്ടിയുടെ ഇരിപ്പ് വേണ്ട. അതെന്താറിയാമോ, തുടക്കത്തിൽ അധികം എനർജി കളയാതിരുന്ന് ആ എനർജി കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൽ പോകുമ്പോൾ എടുക്കാമല്ലോ. ആ കുട്ടിയുടെ പേരാണ് അഭിരാമി. അഭിരാമി, സ്വാഗതം. അഭിരാമി എവിടുന്നാ വരുന്നത്? ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇപ്പൊ ആർക്കിടെക്ചർ ചെയ്യാണ്. നമ്മുടെ ഈ സെറ്റിൽ വരുമ്പോ എന്താണ് ഫീൽ? നമ്മള് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ, ഷോ കാണുന്ന ആൾക്കാരെ, പക്ഷെ ഇവിടെ വന്നുമ്പോ ആക്ച്വലി ഒരു ഡ്രീം പോലെ തന്നെ. മൊത്തത്തിൽ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പോകുന്ന സ്ഥലം പോലെ ഉണ്ടല്ലേ? അതൊരു സെലിബ്രേഷൻ പോലെ തന്നെ. അഭിരാമി അതുപോലെ കൂടെ വന്നിരിക്കുന്ന ഒരു ഫ്രണ്ടിനെയും കൊണ്ടാണ്. ആ ഫ്രണ്ടിനെ നമുക്ക് പരിചയപ്പെടാം. ദാറ്റ് ഈസ് നമിത. നമിത, സ്വാഗതം. നല്ല പൂച്ചയുടെ വാല് പോലെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മുടിയിട്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു നമിത? ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ഡിഗ്രി കഴിഞ്ഞേ? കെമിസ്ട്രിയാ. പാടച്ചോനെ, ബെൻസീന്റെ സമവാക്യം പറഞ്ഞേ. C6H6. ആണല്ലേ? ആയിരിക്കും. ഉറപ്പില്ലാത്തോണ്ടല്ലേ ചോദിച്ചേ. നമിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അഭിരാമിയും നമിതയും ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവർ ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിൽ അഭിരാമി സീനിയറും ജൂനിയറും ആയിരുന്നു നമിത. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ്? നമ്മള് കോളേജില് ഫോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. ഏത് പാട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഡാൻസ് കളിച്ചിട്ടുള്ളത്? ഈ ആദിവാസി ടൈപ്പ് ഫോക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോളേജിൽ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന അഭിരാമിയും നമിതയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു മ്യൂസിക് ഒരുമിച്ച് ഡാൻസ് കളിക്കാമോ? ശരി, രണ്ടുപേരും വന്നോളൂ. രണ്ടുപേരും കോളേജിൽ ഡാൻസിൽ അസാധ്യമായിട്ട് കളിക്കുന്നത്. അവിടെ നിന്നാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ആ ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടറിയാം. മുരുക, ഒരു മ്യൂസിക് തരൂ. തീർച്ചയായിട്ടും നല്ല രണ്ട് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ ഈ എനർജിയും ആ ഫ്രണ്ട്ഷിപ്പും നമ്മൾ പോകുന്ന ഗെയിംസിലും ഉണ്ടായിരിക്കണം. ഓൾ ദ ബെസ്റ്റ് യു ഗൈസ്. നമുക്ക് ടീം എയിൽ ഒരു കുട്ടിയെ കൂടെ പരിചയപ്പെടാം. ആ കുട്ടി ഇരുന്ന് ആലോചിക്കുന്നറിയാമോ, അയ്യോ ഞാൻ ഒറ്റയ്ക്കായപ്പോ എന്റെ ടീമിൽ രണ്ടുപേര് പോയി ഒരുമിച്ച് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു, ഡാൻസ് കളിച്ചു. പക്ഷേ ടീം എയിൽ ആ കുട്ടി ഒറ്റയ്ക്കല്ല. ദാറ്റ് ഈസ് വൈഷ്ണവി. ഹായ് സർ. ഹായ് സാറോ? ഇവൻ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്? இல்ல உங்க ரெண்டு பேருமே சாருன்னு தான் சொன்னேன். അയ്യോ സാറ് വേണ്ട, ദീപൻ സൂരജ് സാറൊന്ന് വിളി കേട്ടോടനെ. ഓക്കെ, പറയൂ വൈഷ്ണവി എവിടുന്നാ വരുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്തു. എന്റെ ഊര് പട്ടാമ്പി. ഞാൻ സെറ്റിൽ ആണത് ചെന്നൈയില്. എത്ര നാൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആയി? ഞാൻ പിറന്നത് ചെന്നൈയിലാ. വെക്കേഷൻ നാട്ടിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ് വൈഷ്ണവി. അടിപൊളി. ടീം എയുടെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. ഇനി ടീം ബിയിലേക്ക് നോക്കുമ്പോൾ നീ നിന്റെ ടീമിൽ രണ്ട് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു. ഞാൻ എന്റെ ടീമിൽ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയൊക്കെ വാരി നിറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമതിരിക്കുന്ന ആ ഒരു സുന്ദരിക്കുട്ടിയുടെ പേരാണ് സ്വാതി. സ്വാതി ഒരു കോഴിക്കോടുകാരിയാണ്.
ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ഒരു മിടുക്കിയാണ് അല്ലേ? We will speak in English, right? Yeah. But this guy will not understand that one. പക്ഷേ That's why we will- ഇംഗ്ലീഷ് എന്തിനാ കേരളത്തിലെ ആമ്പിള്ളേർക്ക് സൗന്ദര്യം പോരെ? അതില്ലല്ലോ. അതിപ്പോ എവിടെയാണുള്ളത്? സോറി പറയൂ. എവിടുന്നാ വരുന്നത്? കാലിക്കറ്റ്. ഈ കോഴിക്കോട് നിന്ന് വരുമ്പം അവിടെ കുറച്ച് ഹൽവയൊക്കെ കൊണ്ടുവന്നൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട്? അയ്യോ. കോഴിക്കോട് നല്ല ഫുഡൊക്കെ കിട്ടും അല്ലേ? ഓ പക്ഷെ അടിപൊളി. ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ആളിൽ കാണാനില്ലല്ലോ. തടിക്ക് പിടിക്കുന്നില്ല. നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? കൊക്കോ പുഴുവാണോ? അല്ല. പിന്നെ ജന്മന ഇങ്ങനെ ആയിപ്പോയി. ജന്മന ഇങ്ങനെയാണ്. സ്വാതിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ പേര് ആദിത്യ എന്നാണ്. ആദിത്യയും സ്വാതിയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ദേ ആർ കസിൻസ്. Okay. അല്ലേ? അപ്പൊ കസിൻ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എന്ത് ഡിഗ്രിയാ? ബികോം ഫസ്റ്റ് ക്ലാസ് ആയിരുന്നോ? അല്ല ഫസ്റ്റ് ക്ലാസ്. ശരിക്കും നേരത്തെ ചോദിച്ചപ്പോ തേർഡ് ക്ലാസ് ആണെന്നാണ് പറഞ്ഞത്. ആണ് ശരിക്കാണ്? അല്ല മനസ്സിലായി. ആ ഒരു മുഖത്ത് തന്നെ ഉണ്ടത്. ഈ കസിൻസ് ഒരുമിച്ച് നമ്മുടെ മത്സരത്തിൽ വരുമ്പോ എന്താണ് അനുഭവം? ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ചായിരുന്നു എല്ലാത്തിനും പോലെ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾ വിചാരിച്ചോ ഒരു സെയിം ടീമിൽ തന്നെ വരുമെന്ന്? അത് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് സെയിം ടീം തന്നെ കിട്ടണേ. സെയിം ടീം തന്നെ കിട്ടണേത്. കസിൻസിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫ്രണ്ട്സിനെയാണ്. അതായത് ആദ്യം ഇരുന്ന സ്വാതിയുടെ കസിൻ ആയിരുന്നു തൊട്ടപ്പുറത്ത് നിന്ന്. ഇപ്പൊ അപ്പുറത്തിരിക്കുന്നത് കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണ്. പേര് മാളവിക. മാളവിക എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരേ ക്ലാസ്സിൽ? ഏത് ക്ലാസ്സിലാ? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡിഗ്രി. ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക്. ഇടയ്ക്ക്. പക്ഷെ പുറത്തൊന്നും പോവാറില്ല. ലൈബ്രറിയിലൊക്കെ. അല്ലല്ല, ക്ലാസ് കട്ട് ചെയ്തിട്ട് കുട്ടികൾ ക്ലാസ് തന്നെ ഇരിക്കും. ക്ലാസ് കട്ട് ചെയ്ത് വല്ല മരച്ചു. ലൈബ്രറിയിലൊക്കെ പോയി. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് സ്വാതിയുടെ അച്ഛനോടെ ഉണ്ട്. സ്വാതിയുടെ അച്ഛൻ എന്താ പറയണത് ലൈവായിട്ട് നമുക്ക് കേൾക്കാം. ഇവര് മൂന്നൊരു ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവര് പറഞ്ഞു ക്ലാസ് ഇടയ്ക്കൊക്കെ കട്ട് ചെയ്ത് മരച്ചുകൂട്ടിലൊക്കെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു. മരച്ചോട് വരെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അഭിപ്രായം? അല്ല, ക്ലാസ് കട്ട് ചെയ്യലോ? ക്ലാസ് കട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇല്ല. സ്വാതി എത്ര ക്ലാസ് കട്ട് കട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇതുവരെ അച്ഛൻ തന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കട്ട് ചെയ്യും. പക്ഷേ മാളവികയുടെ വായിൽ നിന്ന് അറിയാതെ വീണു ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സ്വാതി ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ മാളവിക പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ? മാളവിക നല്ല ഫ്രണ്ടാണ്. കൂട്ടത്തിൽ നിന്നിട്ട് കാലുവാരിയില്ലേ? ഇത് നല്ല ഫ്രണ്ട് അല്ല. നല്ല ഫ്രണ്ട് അല്ല. ഇപ്പൊ തന്നെ കട്ട് ചെയ്തോ? അല്ല, ചില സമയത്ത് നമുക്ക് അങ്ങനെ വേണ്ടി വരുമല്ലോ. പിന്നെ കോളേജിലല്ലേ ക്ലാസ് ഒക്കെ കട്ട് കട്ട് ചെയ്യുന്നേ. എന്തായാലും നമ്മൾ ടീം എയും ടീം ബിയും പരിചയപ്പെട്ടു. ഇവരൊക്കെ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണ്, റിലേറ്റീവ്സ് ആണ്, എല്ലാവരും. അപ്പൊ ഇവരുടെ ആ ഒരു യൂണിറ്റി നമുക്ക് കാണേണ്ടത് നമ്മുടെ മത്സരത്തിലാണ്. സൂര്യ, നമ്മുടെ ആ പുതിയ മത്സരത്തിന്റെ പേരാണ് നേരെ വാ നേരെ പോ. യു ആർ വാച്ചിങ് ബോയിങ് ബോയിൽ നേരെ വാ നേരെ പോയുടെ ആചാരങ്ങളാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഇവിടെ ഒരു കോൺ വെച്ചിരിക്കുന്ന കാണാം, കണ്ടല്ലോ. നമ്മൾ ടീം എയിൽ നിന്ന് ഓരോരുത്തരായിട്ട് കൊണ്ടുവരും, ടീം ബിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരും. ടീം എ നിന്നും ടീം ബി നിന്നും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരും. വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പാർട്ടിസിപ്പൻസും ഇവിടെ വന്നിട്ട് അവരുടെ കൈ മുഷ്ടി ഇതിന് കോണിന് മേലെ വെക്കുക. മേലെ വെച്ചിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ മുഖവും വെക്കുക, മുഖം അമർത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു 6 പ്രാവശ്യം ഈ ക്ലോക്ക് വൈസ് ചുറ്റുക. ചുറ്റിയതിനു ശേഷം അവർ നേരെ പോയി ഇവിടെ വരിക. ഇവിടെ കുറച്ച് ടീം എയുടെ ബലൂൺസ് എന്ന് പറയുന്നത് ഓറഞ്ച് ബലൂൺസ് ആണ്. ഈ ഓറഞ്ച് ബലൂൺസിൽ ബാക്കി ശരീര ഭാഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇരുന്നിട്ട് പൊട്ടിക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ഗെയിം. നേരെ വാ നേരെ പോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തം ടീമിന്റെ ബലൂൺ മാത്രമേ ഉടക്കാൻ പാടുള്ളൂ. വേറെ ഏത് ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാലും മൈനസ് മാർക്ക് ഉണ്ടാവും. ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് 20 പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ എത്രത്തോളം ബലൂൺസ് ടീമിന് പൊട്ടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മാർക്കിന്റെ നിലവാരം അറിയാൻ. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ടീം എ ആൻഡ് ടീം ബി. ടീം എയിൽ നിന്ന് നേരെ വാ നേരെ പോയി മത്സരിക്കാൻ ആദ്യം വരുന്നു അഭിരാമി. അഭിരാമിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞില്ല. നല്ല കളരിപ്പയറ്റ് ചെയ്യുന്ന ആളാണ്. ഉണ്ണിയാർച്ചയുടെ കുലത്തിൽ നിന്നാണ് വരുന്നത്. ഈ വാള് വെച്ചിട്ട് 2 സാധനം ഉറുമി. ഇത് വാളാണ്. തെക്കൻ കളരിയാണോ വടക്കനാണോ? തെക്കൻ കളരി. തെക്കൻ കളരിയാണ്. തെക്കൻ കളരിയും വടക്കൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വടക്കോട്ടെത്തുമ്പോൾ അത് വടക്കാവും. അപ്പൊ അഭിരാമി നല്ല കളരിയിലെ 2 അടവ് കാണിച്ചേ. ഓക്കെ. അഭിരാമി ഇവിടെ കാണിക്കാൻ പോകുന്നത് മെയ് പൈറ്റ് ആണ്. മെയ് പൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് അഭിരാമി.
ഒന്ന് റിലാക്സ് ചെയ്യുക. കാരണം നമ്മുടെ മത്സരവും നേരെ പോയി കുറച്ച് ഇങ്ങനെ കറക്കലാണ്. അപ്പൊ എന്തായാലും കളരി അറിയാന്നുള്ള ആൾ അവിടെ കറങ്ങില്ല എന്ന് എനിക്കൊരു ധാരണയുണ്ട്. നേരെ പോയിട്ട് നമ്മുടെ ടീമിന്റെ ബലൂൺ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല, കാരണം തല ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് 360. ശ്രദ്ധിക്കാം, മുമ്പിലാണ് ബലൂൺ ഉള്ളത്, അല്ലാണ്ട് ബാക്കിൽ പിന്നാമ്പുറത്തല്ല. നേരെ പോയിട്ട് നമ്മുടെ ഓറഞ്ച് ബലൂൺസ് പൊട്ടിക്കുക, വേറെ ബലൂൺസ് പൊട്ടിക്കരുത്. ഓക്കെ, അതിന്റെ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പുറത്ത് പൂൾ ഉണ്ട്, അതിൽ പോയിട്ട് ചാടി കഴിഞ്ഞാൽ ആളും വരില്ല. ഓൾ ദ ബെസ്റ്റ് അഭിരാമി. ഓക്കെ Abhirami, your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 6. Go. Now you can go. Go. തകർത്തു. ഇത് എത്രയാ? 3 ഈ രണ്ടല്ലേ? ഇതെത്രയാ? 5 തല 360 കറങ്ങിയാൽ പോലും കറക്റ്റ് ആയിട്ട് പോയി ബലൂൺ പൊട്ടിച്ചു. അതവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാണാൻ പറ്റും. ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഇറങ്ങിയോണ്ട് ആ സൈഡിലോട്ടാ പോകുന്നത്. ഗെയിം സ്ട്രാറ്റജി. ഇതൊക്കെ പറഞ്ഞു വിടുന്ന ടീം ബി ഇതൊക്കെ കേക്കില്ലേ? സൂപ്പർ. ടീം എയിൽ നിന്ന് അഭിരാമി പോയി കലക്കനായിട്ട് 6 ബലൂൺ പൊട്ടിച്ചു. എത്ര പോയിന്റ് കിട്ടിയെന്ന് അറിയാമോ? 120 പോയിന്റ്. നല്ലൊരു കൈയടി. എന്തായാലും അഭിരാമി, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഇനിയും നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. സൂരജ്, സംഭവം സിമ്പിൾ ആവുന്നല്ലേ? എനിക്ക് തോന്നുന്നത് ഭയങ്കര ഈസിയാണ്. സൂരജ്, സാധാരണ എന്ത് ഗെയിം വന്നാലും നീ ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, നന്നായിട്ട് വിജയിക്കാറുണ്ട്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നേരെ പോ. നീ എന്തായാലും നേരെ പോകുന്നില്ല. എന്തായാലും നീ നേരെ വരുന്നുമില്ല, നേരെ പോകുന്നില്ല. ഇതിലെങ്കിലും നേരെ പോകുന്നു നോക്കട്ടെ. ശരി, മുഷ്ടി ഇവിടെ വയ്ക്കുക. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. 1 ആയിട്ടുള്ളൂ. 2, 3, 4, 5, 6. ഓക്കേ. എന്തായാലും സൂരജിന്റെ ബോധം പോയി. അപ്പൊ നമുക്ക് ആ ബോധം തിരിച്ചു വരുന്നതിന് കുറച്ച് ഇടവേളയുടെ ആവശ്യമുണ്ട്. ദിസ് ഈസ് ബോയ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Yes, welcome back to the show. This is Boing. സൂരജ്, തലറക്കം നോർമലായ തലറക്കം ഇപ്പോഴും ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇതൊക്കെ ചില്ലറ ചെറിയ. ആര് പറഞ്ഞു? നീ ഇവിടുന്ന് 2 കാലം കൂടെ ഇങ്ങനെയൊക്കെ പോകണം. അത് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അവിടെ എത്തുമ്പോൾ ഇത് ഈ സൈഡിലാണോ? സാധാരണ നമ്മൾ ആൾക്കാരെ പറഞ്ഞ 2 കാലം, നീ ഒരു 4 കാലിൽ നടക്കുന്നവരെ എനിക്ക് ഫീൽ ചെയ്തു. ഇല്ല, 4 കാലിൽ എത്തിയിട്ടില്ല. ആ അവസ്ഥ ശരിക്കും ഒരു പ്രശ്നം വരുന്നതെന്ന് പറയോ, നമ്മൾ ഇവിടുന്ന് കറങ്ങിയിട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങേക്ക് പോയി അവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് ഈ സൈഡിലാണോ ആ സൈഡിലാണോ കൺഫ്യൂഷൻ. നിന്റെ തലയുടെ പുറകോഷം നീ കണ്ടോ? എന്തേ ഈ അല്ല, പോകുന്ന സമയത്ത് ഇല്ല, ഒരു കുഴപ്പമില്ല. നീ നോർമൽ ആണല്ലോ. ഞാൻ ടീം എയിൽ അടുത്താളെ വിളിക്കട്ടെ. ടീം എയിൽ നിന്ന് നേരെ പോയി മത്സരിക്കാൻ അടുത്ത് വരുന്നു നമിത. പ്ലീസ് കം. നമിത അവിടെ ഇരുന്ന് കണ്ടു, അഭിരാമി പോയത് കണ്ട്, സൂരജ് പോയത് കണ്ടു. ഇതൊക്കെ കണ്ടപ്പോ എന്താണ് തോന്നുന്നത്? സിനിമയില് പാഷാണം ചാറ്റി വീഴുന്നില്ലേ? ഓക്കെ, അപ്പൊ പോകാൻ റെഡിയാണോ? എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. തലർക്കം വരില്ലല്ലോ? ഇല്ലാന്ന് വിചാരിക്കണം. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. നമിത, your time starts now. 3, 2, 1, go. 1. തലമുട്ടിട്ട് 2. 3. 4. 5. 6. 7. 8. Okay. Go.
അല്ല ഞാൻ വിചാരിച്ചേ ഈ ചൊവ്വയിലേക്ക് വിട്ട ഉപഗ്രഹം പ്ലൂട്ടോയിലേക്ക് പോയ പോലെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോണെന്നാ വിചാരിച്ചത്. ഇതെങ്ങനെ ഇങ്ങോട്ട് പോയത്? പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. അവിടുന്ന് ആരോ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നിയാ എന്തൊക്കെ സംഭവിച്ചു? എന്തൊക്കെ സംഭവിച്ചു? ആകർഷണമുള്ള പോലെ തോന്നി ആ സൈഡില്. എന്തായാലും നമിതയും ഇവിടെ 6 ബലൂൺ പൊട്ടിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് 120 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 240. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഗുഡ് ജോബ്. ദീപ, ഈ രണ്ടുപേരും വന്നിട്ട് കറങ്ങിയിട്ട് പൊട്ടിച്ചു പോകുന്ന കാഴ്ചയെ കണ്ട് ഒരാൾ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ടീം എയിൽ നമുക്ക് വീണ്ടും ക്ഷണിക്കാം വൈഷ്ണവി. Your time starts now. 3, 2, 1, go. 1, 2, 3, 3, 4, 5, 6, 7, 8. മതി മതി, വെക്കാം വെക്കാം. go. നോർമൽ. ഇപ്പൊ കറങ്ങുന്നുണ്ടോ? എത്രയാ? 3. ഇത് 4 അല്ലേ? ഓക്കെ. സാധാരണ എല്ലാരും പോയിട്ട് അവിടെ ചെന്ന് പ്രോപ്പർ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. ഇത് തല ചുറ്റി വീഴുന്നുണ്ട്. ആ വെയിറ്റിലാണ് ബലൂൺ പെട്ടെന്ന്. അല്ല, ഇപ്പൊ ദീപൻ അവിടെ പിടിച്ചില്ലെങ്കിൽ പുറപ്പെടുത്തിരുന്നേ. ടീം എയുടെ മത്സരം കഴിഞ്ഞു. ടീം എ 3 പേരും കൂടെ ചേർന്ന് പൊട്ടിച്ചിരിക്കുന്ന എല്ലാ ബലൂൺസും പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 360 പോയിന്റ്. അടാറ് ടീമാണ് കംപ്ലീറ്റ് ബലൂൺ പൊട്ടിച്ച് ടാസ്ക് കംപ്ലീറ്റ് അച്ചീവ് ചെയ്തു. സൂപ്പർ. ഇനിയാണ് ടീം ബിയുടെ അംഗത്തിലേക്ക് പോകുന്നത്. നമ്മള് ഒന്നും കുറക്കരുത്, ഒന്നും കൂടാനില്ല, ഒന്നും കുറക്കരുത്. ടീം ബി നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നേരെ വാ നേരെ പോ. ആ ഗെയിമിന്റെ പ്രത്യേകത ആചാരം ഒരിക്കൽ കൂടെ പറയണം. നിങ്ങളുടെ ബലൂൺസ് കളേഴ്സ് എന്ന് പറയുന്നത് വയലറ്റ് ആണ്. നേരെ പോയി ഇരുന്ന് മാത്രമേ പൊട്ടിക്കാവൂ. അതുപോലെ ഇവിടെ സ്പീഡിൽ കറങ്ങണം, ക്ലോക്ക് വൈസ്. അങ്ങനെ സ്പീഡിൽ മാത്രമേ കറങ്ങാവൂ. തല അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. റെഡി അല്ലേ? ടീം ബിയിൽ നിന്ന് ആദ്യം വരുന്നത് സ്വാതിയാണ്. സ്വാതി, പ്ലീസ് കം. സ്വാതി, ടീം എയുടെ മത്സരം കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്ത് തോന്നി സ്വാതി? നല്ല പേടി തോന്നുന്നുണ്ട്. നല്ല പേടിയാ. നമ്മുടെ ടീമിന് പേടിയില്ല. നമ്മുടെ കളർ ഏതാണ്? വയലറ്റ്. അത് ഏത് ഭാഗത്തായിട്ടുള്ളത്? കാണുന്നുണ്ടല്ലോ അല്ലേ? വ്യക്തമായിട്ട് ഇപ്പൊ കണ്ടോളൂ. അവിടെ ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കാം. പ്രത്യേകം പറയട്ടെ, അതിന്റെ ഇടയിൽ ബ്ലൂവും വേറെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇവര് നമ്മളെ ട്രാപ്പിലാക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കിയിട്ടുണ്ട്. വയലറ്റ് മാത്രം പൊട്ടിക്കുക. സൂരജ് ആകെ ചെറിയൊരു തലയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ആ തല ചുറ്റാതെ പോവുക. ഓൾ ദ ബെസ്റ്റ് സ്വാതി. Ready? Your time starts now. 3, 2, 1, go. 1, speed. 2, 3, go. 4, 5, speed. 6, 7, 8. Yes. Go. ഇപ്പൊ കറങ്ങുന്നുണ്ടോ? ഇതും കൂട്ടിയാൽ എത്രയാ? 8ആണ്. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എത്രയാ? സൂരജ് ചോദിച്ചാൽ നമ്പർ കാണിച്ചിട്ട് എത്രയാണെന്ന് കൂട്ടാനൊക്കെ പറഞ്ഞു. പക്ഷെ എത്ര എണ്ണം പൊട്ടിച്ചു എന്നുള്ള ധാരണയുണ്ടോ? 5 പൊട്ടിയുള്ളൂ. അഞ്ചെണ്ണല്ലേ പൊട്ടിയുള്ളൂ. ഒരെണ്ണം പൊട്ടിച്ചത് ബ്ലൂ ആണ്, അറിഞ്ഞോ? ഇല്ല സ്വാതി, അവൻ എന്തൊക്കെ പറയും. നമ്മളിപ്പോ 6 ബലൂൺ പൊട്ടിച്ചു. 120 പോയിന്റ്. ഗുഡ് ജോബ്. ഇനി നമ്മുടെ ടീമിൽ നിന്ന് അടുത്ത 6 പൊട്ടിക്കാനായിട്ട് വരുന്നു ആദിത്യ. പ്ലീസ് കം. അപ്പൊ ആദിത്യ എന്തായാലും പ്രാക്ടീസ് ഒന്നും ഇല്ലാതെയാണ് മത്സരിക്കാൻ പോകുന്നത്. ഓൾ ദ ബെസ്റ്റ് യു. വരും.
Aditya, your time starts now. 3, 2, 1, go. 1, 2, finish. 3, finish. 4, finish. 5, 6, 7, 8, yes, go. അറ്റിരിപ്പിന് പറ്റിക്കണം. Good job. കഴിഞ്ഞു. ബോഡി വെയിറ്റ് ആദ്യം ഒരു ചാൻസ് കിട്ടുള്ളൂ. ആദ്യത്തെ ഇരിക്കുന്ന സമയത്തിന് പൊട്ടിയാൽ പൊട്ടി, ഇല്ലെങ്കിൽ ചട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. അപ്പൊ ഒരു പോയിന്റ് മിസ്സായി. ആദ്യത്തെ ഇവിടുന്ന് പോകുമ്പോഴേ നോർമൽ ആയിട്ടാണല്ലോ പോയത്. അല്ല നല്ലോണം തല ചുറ്റി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നോർമലായോ? ഈ തല ഇപ്പൊ ശരിയായോ? തല ചുറ്റിയതുകൊണ്ടാണ് ആ ബലൂൺ 2 പ്രാവശ്യം പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഇരുന്നപ്പോ പിന്നെ എണീച്ചിട്ട് അതിന്റെ മുകളിൽ തന്നെ അതിനകത്ത് ആ ബലൂണിനകത്ത് സ്പ്രിംഗ് ഉള്ളതുപോലെ തോന്നി. സ്പ്രിംഗ് ഉണ്ടോ? ആ ബലൂൺ തിരിച്ചു തെറിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദിത്യ പൊട്ടിച്ചിരിക്കുന്ന എത്ര ബലൂൺ ആണെന്ന് അറിയോ? 5 ബലൂൺ പൊട്ടിച്ചിരിക്കുകയാണ്. എത്ര പോയിന്റ് കിട്ടി? 100 പോയിന്റ്. വെരി ഗുഡ് 20 പോയിന്റ് വെറുതെ പള്ളിക്ക് പോയി. യെസ്, അങ്ങനെ ടീം ബിയിൽ നിന്ന് രണ്ടാമത്തെ എന്റെ മിടുക്കിയും പോയി. ഒരു ബലൂൺ മാത്രം മിസ്സായി പോയി. അതുകൊണ്ട് 20 പോയിന്റ് കുറഞ്ഞു. അതിന്റെ ദേഷ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സോ മൂന്നാമത്തെ ആളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മാളവിക. അടിപൊളിയാണ്. എന്റെ കുട്ടി മിടുക്കിയാണ്. സൂപ്പറാണ്. പൊളിക്കും. അടിപൊളി. തകർക്കാം നമുക്ക്. ഗെയിമിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ ഇരിക്കാവൂ. ഇപ്പൊ ഒരാൾക്ക് പൊട്ടിക്കാൻ കഴിയാത്ത ബലൂൺ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത ആൾക്ക് പൊട്ടിക്കാനുള്ള അവസരം കിട്ടുന്നതാണ്. അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോയിന്റ് കിട്ടും. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഞങ്ങൾ പറയുകയാണ്, ഒരു പ്രാവശ്യം മാത്രമേ ബലൂൺ ഇരിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ അടിപൊളി ടീം ആയതുകൊണ്ട് നിങ്ങൾ വന്ന വരവിന് തന്നെ 6 എണ്ണം പൊട്ടിച്ചിട്ട് പോയി. സോ ഇപ്പൊ കഴിഞ്ഞ റൗണ്ടിലാണ് ഒരു ബലൂൺ ബാക്കിയായത്. അത് ക്യാരി ഫോർവേഡ് ചെയ്യാണ്. ഈ റൗണ്ടിൽ 7 ബലൂൺ ഉണ്ട്. സോ കൃത്യമായിട്ട് ഒറ്റ ഇരിപ്പിന് പൊട്ടിക്കാം. പോയിന്റ് തിരിച്ചു പിടിക്കാം. ആ പോയ പോയിന്റ് തിരിച്ചു പിടിക്കാം. മാളവിക റെഡി അല്ലേ? ഓക്കെ, എനിവേ മാളവിക, all the best to you. Your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 6, 7. Yes, 8. Go. Malavika. Speed. Do it. Okay. Good job. Arthur. Malavika, Mass Malavika, Holy Malavika. Idiot Malavika. Very good. Adara Malavika. Kidloski Malavika. എങ്ങനെയുണ്ടായിരുന്നു മാളവിക? നല്ല എക്സ്പീരിയൻസ്. മാളവിക, ഞാൻ ചോദിക്കട്ടെ, ഈ ബലൂണിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അല്ല, അവിടെ പൊട്ടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആ പ്രതികാരം മാളവിക പ്രൊഫഷണൽ ഡാൻസർ ആണോ? അല്ല. പിന്നെ കോളേജിൽ മാത്രമേ ഉള്ളൂ. പാട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടി തുള്ളിക്കോളും. പാട്ടൊരു ഹരാണ്. ഏതാണ് കോളേജ്? ബാലുശ്ശേരി ഗോകുലം ശ്രീഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സുന്ദരന്മാരെ, സുന്ദരിമാരെ, മിടുക്കന്മാരെ, മിടുക്കികളെ എല്ലാവർക്കും ഞങ്ങളുടെ ബോയിന്റെ ഭാഗമായിട്ട് എല്ലാ സ്നേഹവും തരികയാണ്. ഹായ്, ഓൾ ദ ബെസ്റ്റ്. എനിവേ, നേരെ പോ. മത്സരം കഴിയുമ്പോൾ ടീം എയും ടീം ബിയും ഒരേ പൊസിഷനാണ്, ടൈ പൊസിഷനാണ്. രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 360 പോയിന്റ്. വെരി ഗുഡ് ജോബ്. അപ്പോൾ എന്തായാലും ഈ ടൈ പൊസിഷൻ ബ്രേക്ക് ചെയ്യേണ്ട സമയമാണ്. പക്ഷേ അതിനു മുന്നേ ഞങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. ദിസ് ഈസ് ബോയ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.
യെസ് വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്. സൂരജെ, നമ്മുടെ ബോയിങ് ഗെയിമിൽ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മത്സരത്തിന്റെ കുത്തൊഴുക്കാണ്. പക്ഷെ ഈ മത്സരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കുത്തൊഴുക്കിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നല്ലൊരു അംഗത്തിന്റെ ഗെയിമാണ് വരാൻ പോകുന്നത്. That is തലയണ മന്ത്രം. തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. അവിടെ ഫിക്സ് ചെയ്ത ട്യൂബ് കാണാം. രണ്ട് സൈഡും പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. ആ റോളിംഗ് ട്യൂബിന്റെ മുകളിലൂടെ പില്ലോയുമായിട്ട് മിഡിലേക്ക് പോവാ. ആ റെഡ് മാർക്ക് കാണാം. റെഡ് മാർക്ക് താണ്ടിയിട്ട് ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് ഗെയിം. ഈ ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. അതുപോലെ ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ വീഴ്ത്തുകയാണെങ്കിൽ കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പില്ലോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ പില്ലോ താഴെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ മത്സരത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അടിക്കുന്നയാളും താഴെ വീണ് കഴിഞ്ഞാൽ ആ പോയിന്റ് ഉണ്ടാവില്ല. രണ്ട് ടീമിന് രണ്ട് രീതിയിൽ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബോർഡർ ലൈൻ ക്രോസ് ചെയ്താൽ 50 പോയിന്റ് കിട്ടും. അതുപോലെ ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ കിട്ടുന്നതും 100 പോയിന്റ്സ് ആണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ടീം മത്സരം തലയണ മന്ത്രം ഇവിടെ മന്ത്രം ഓതാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടീം എയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്നത് അഭിരാമി. ടീം ബിയിൽ നിന്ന് സ്വാതി. ഓൾ ദി ബെസ്റ്റ്. അഭിരാമി സ്വാതി തലയണ മന്ത്രം ഓടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. Your time starts now. 3, 2, 1, go. ചരിച്ചു തള്ളിയിടോ. ഞാൻ ചോദിക്കട്ടെ, നാടൻ കല്ലറിയില്ലേ? ഞാൻ പ്രയോഗിച്ച് നോക്കി ആരോഗ്യമില്ല. അങ്ങോട്ട് നമ്മള് രണ്ട് മല്ലന്മാര് തമ്മിൽ അടികൂടുന്നുണ്ട്. രണ്ട് മല്ലിമാര് തമ്മിൽ അടികൂടുന്നതാണ്. എന്താണ് ആ കുട്ടിയുടെ ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നോ? ദേഷ്യമൊന്നുമില്ല, നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരുന്നു. ആ കളരിയുടെ ഒരു ഗുണം തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ലേ? ഇവിടെ ഏത് അടവാണ് ഉപയോഗിച്ചത്? ആക്ച്വലി ഗുസ്തിയിലെ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു കളരിയില്. ദൈവമേ, ഇത് വെള്ളക്കടകൻ. എന്നോടാണ് ഇതൊക്കെ അടികൂടാൻ പറയണത് അല്ലേ? അല്ല, ഈക്വൽ ആയിരുന്നു. അവിടെ ഇങ്ങോട്ടും നല്ലോണം കിട്ടുന്നുണ്ട്. അവിടെ എന്താ തളർന്നു പോയത്? എന്താ പറ്റിയ സ്വാതിക്ക്? കൊറേ പിടിച്ചു നിന്ന് നോക്കി. സ്വാതി രാവിലെ ഓംലെറ്റ് ഒന്നും കഴിച്ചില്ലേ? പുഴുങ്ങിയ മുട്ടൊന്നും കഴിച്ചില്ലേ? പാലൊന്നും കുടിച്ചില്ലേ? പക്ഷെ ആരോഗ്യമില്ല. എന്തായാലും നമ്മുടെ ആദ്യത്തെ തലയണ മന്ത്രം മത്സരത്തിൽ ടീം എ ആണ് ഇവിടെ നേടിക്കുന്നത്. 150 പോയിന്റ്സ് ആണ്. ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോയി. അത് മാത്രമല്ല, അയാളെ തള്ളിയിട്ടു. അങ്ങനെ ടോട്ടൽ 150 പോയിന്റ്സ്. നല്ലൊരു കൈയടി പ്ലീസ്. സാധാരണ സൂരജ് നമ്മുടെ ഏത് ടീമിനാണ് വിൻ ചെയ്യാൻ പറ്റാത്തത് അവർക്കൊരു പണിഷ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അടിയും കിട്ടി വെള്ളത്തിൽ പണിഷ്മെന്റ്. എന്തായാലും തലയണ മന്ത്രം വീണ്ടും പറയാനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു നമിത. ടീം ബിയിൽ നിന്ന് 150 തിരിച്ചു പിടിക്കാനായിട്ട് ആദിത്യ. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. അടിച്ചോ. തലയുടെ മിസ്സാക്കരുത്. തള്ളിയിട്. വീഴരുത്. ഞാൻ ചോദിക്കുന്ന ഈ ടീം എയിലെ ആൾക്കാർ എന്താ കഴിക്കുന്നത്? നിങ്ങൾ എന്താ കഴിച്ചത്? ടീം ബി എന്താ കഴിച്ചത്? പഴങ്കഞ്ഞി എങ്ങനെയാണോ? അല്ല, പഴങ്കഞ്ഞിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. നമിത, നിങ്ങൾ ശരിക്കും എന്റെ ടീമാണെങ്കിൽ എനിക്ക് ചോദിക്കട്ടെ, എനർജി നന്നായിട്ടുണ്ടെന്ന് അറിയാം. എന്താണ് കഴിക്കുന്നത് നിങ്ങൾ? ഈ മറ്റേ പെണ്ണുങ്ങളുടെ ഗുസ്തിക്കൊക്കെ മത്സരത്തിന് പോകാറുണ്ടോ? ഞാൻ പോകാറില്ല, ചേച്ചി പോകാറുണ്ട്. ചേച്ചി ഇവിടെ മത്സരത്തിന് ഇഡലിയുടെ ഇടി കണ്ടു. ഇനി ഒരു ഇഡൽ പോസ്റ്റിന്റെ ടീം വന്നിങ്ങനെ മൃഗീയമായിട്ടായിരുന്നു. എനിക്ക് തല്ലാൻ പറ്റുന്നില്ല, എന്നെ അടിച്ചടിച്ച് താഴെ. യോ വാച്ചിങ് ബോയ് തലയണ മന്ത്രം രണ്ടാമതും മത്സരം കഴിയുമ്പോൾ ടീം എ ആണ് ഗംഭീരമായിട്ട് മത്സരിച്ച് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു. മാത്രമല്ല ഓപ്പോസിറ്റ് ടീമിലെ ആളിനെ അടിച്ച് താഴെ ഇടാൻ ചെയ്തു. 150 കിട്ടി. ടോട്ടൽ 300 പൊസിഷൻ നിൽക്കുകയാണ്. സൂരജ് ആളിയ, എന്താ അവസ്ഥ?
ഒന്നും പറയണ്ട, ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. വീട്ടുകാരൊന്ന് ഹോർലിക്സ് അല്ലെങ്കിൽ വല്ല ഗ്ലൂക്കോസും വെള്ളം കാണാൻ കൊടുക്കണം ഈ കുട്ടികൾക്ക്. അത്രയും ആരോഗ്യമില്ലാത്ത കുട്ടികളാണ്. എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ വന്നപ്പോ സൂരജ് പറഞ്ഞു ഭയങ്കര എനർജിയാണ്. അല്ല, എനർജിയേ ഉള്ളൂ. അത് ഇപ്പൊ ഞാൻ വെച്ച് കാറ്റിലടങ്ങുന്നതാണ് ആ എനർജി. ടീമയിൽ നിന്ന് വീണ്ടും തലയണ മന്ത്രം പറയാനായിട്ട് വൈഷ്ണവി വരുമ്പോ എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും ആരോഗ്യമുള്ള എന്റെ ടീമിലെ കുട്ടി മാളവികയെ അവിടുകയാണ്. വൈഷ്ണവി മാളവിക. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ രണ്ടുപേരെ ഓർമ്മിപ്പിക്കുകയാണ്. മാളവികയെ സംബന്ധിച്ച് ഇഡലി ഒന്നുമല്ല, ഭയങ്കര എനർജിയാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള മാസ്മരികമായിട്ടുള്ള ഫൈറ്റ് തന്നെ കാണാൻ പോകുന്നു. ഏറ്റവും സൂപ്പർ ഫൈറ്റ് കാണാൻ പോകുന്ന റൗണ്ടാണിത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഗോ പറഞ്ഞിട്ടേ പോകാവോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. മാളവിക ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ഈ രണ്ട് എനർജിയും കൂടെ ഒരുമിച്ച് ചേരത്തില്ല എന്ന് പറയുന്നത് ഇതാണോ? കാരണം രണ്ടുപേരും കട്ടക്ക് എനർജി ആയിരുന്നു, അതുകൊണ്ട് രണ്ടുപേരും വീണപ്പോ ഒരുപോലെ വീണു. ഈക്വലി ഭയങ്കര കോമ്പറ്റേറ്റേഴ്സ് ആയിരുന്നു നിങ്ങൾ. ഒരു ചാൻസ് കൂടി തന്നു കഴിഞ്ഞാൽ ഉഷാറാക്കോ? ഒരു ചാൻസും കൂടെ തരികയാണ്. ഒന്നുകൂടി മാളവിക പോയിന്റുമായിട്ട് തിരിച്ചു വന്നാൽ മതി. ഇച്ചിരി കൂടി ടഫ് ആയിട്ടുള്ള ഒരു റൗണ്ടായി മാറിയിരിക്കുകയാണ്. രണ്ടുപേരും നനഞ്ഞിട്ടുള്ളത്. എന്താവുന്നുള്ളത് കണ്ടറിയാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. രണ്ടുപേരുടെയും എനർജി ലെവൽ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഈ കണ്ടത്. കാരണം ഈക്വലി ഇവർ ഭയങ്കര ടൈറ്റ് പ്ലെയേഴ്സ് ആണ്. വെള്ളം അല്ലാത്ത സമയത്ത് എന്തായിരുന്നു? നേരത്തെ ഒരു 50 പോയിന്റ് കിട്ടുമായിരുന്നു നേരത്തെ നിർത്തിയിരുന്നെങ്കിൽ. ഇപ്പൊ അതും പോയി. എന്തായാലും നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നു, 2 ചാൻസ് തന്നു. ഇനി അവസരമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇനി പണിഷ്മെന്റ് ആണ്. നല്ല കട്ട പണിഷ്മെന്റ് ആണ്. ഫസ്റ്റത്തെ ചാൻസിൽ 50 പോയിന്റ് ഉണ്ടായിരുന്നു, പിന്നെ വീണ്ടും അത്യാഗ്രഹം കാണിച്ചത് കളഞ്ഞല്ലോ. എന്തായാലും രണ്ടുപേരുടെ ഡാൻസ്. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தான் மெல்லுவா. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தான் மெல்லுவா. எவனு ஏறலாமா கோட வகம் பசன்னு, இவதா ரஜநகம் சிறிடுவா கிசுன்னு. மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா, பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா. கொஞ்சம் தேன் படிச்சிருப்பா. തലയണ മന്ത്രം മന്ത്രിച്ച് സൈഡായി. എന്തായാലും ടീം എ നേടിയിരിക്കുന്ന 300 പോയിന്റ്സ് ആണ്, ടീം ബി 0 പോയിന്റ്. ദീപ, ഈ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുണപാഠം, ഒരു മെസ്സേജ് ആണ്. കാണുന്ന പ്രേക്ഷകർ, കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാൻ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക. തലയണ മന്ത്രം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുളമാവും, വെള്ളത്തിൽ പോകും. കേൾക്കുന്ന ഭർത്താക്കന്മാരും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഇതുപോലെ വെള്ളത്തിൽ പോകും. പക്ഷേ മത്സരത്തിന്റെ ഗതി മാറാൻ പോകുന്ന അടുത്ത മത്സരത്തിലും കൂടെയാണ്. അതിനു മുന്നേ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. This is Boing. Have a short break. Welcome back to the show. This is Boing. അപ്പൊ ബോയിങ്ങിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോവാണ്. താമരശ്ശേരി ചുരം. ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. Your time starts now. 3 2 1 go.
വെരി ഗുഡ് ജോബ്. താഴെ വാ. താഴെ വാ. Very good, team. Very good. മാളവിക, good job. Good job, good job. Super, super. Good job. കേറിക്കോ, കേറിക്കോ. Good job. Super. Oh, come down. Last 1 minute. Wow, very good. ഇങ്ങനെ രണ്ട് ടീമും ഗംഭീരമായിട്ട് മത്സരിച്ച് താമരശ്ശേരി ചുരം കീഴടക്കിയിരിക്കുകയാണ്. Super. അപ്പൊ Very ഇനി good. ഇനി താമരശ്ശേരി ചുരം ഒരുമിച്ച് ഇറങ്ങാനുള്ള സമയമാണ്. ഒരുമിച്ച് ഇറങ്ങാം. Come on. You're watching Boing Boingന്റെ എല്ലാ മത്സരങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ അടിപൊളി കണ്ടസ്റ്റൻസിന്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? ജോലിയാ ഫണ്ണാ ഇരുന്നത്. ആ, വെരി ഗുഡ്. അടുത്ത ആൾ നമിത. അടിപൊളി എക്സ്പീരിയൻസ്. അടിച്ചു പൊളിച്ചോ? ഇത് താമരശ്ശേരി ചുരം. അടുത്ത ആൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ കാണുന്ന പോലെയല്ല, കളിക്കുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വെരി Good job, ഗുഡ്. good അടുത്ത job. ടീം ബി. എങ്ങനെയുണ്ട് ടീം ബി? അടിപൊളിയായിരുന്നു. സ്വാതി എങ്ങനെ കേറി മേലേക്ക്? ഞാൻ ആദ്യം കരുതി എനിക്ക് കയറാൻ പറ്റില്ല, പിന്നെ വെയിറ്റ് കുറവ് അനുഗ്രഹമായോ? ആ അടുത്ത ആൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. മിസ് ചെയ്യോ ഇവിടുന്ന് പോകുമ്പോ? ശരി, അടുത്ത ആള്. ഇവിടുന്ന് പോകുമ്പോ തീർച്ചയായിട്ടും മിസ് ചെയ്യും. നിങ്ങൾ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടി ഇത് മത്സരിച്ച് അവസാനിക്കുമ്പോൾ എന്താ ഫീൽ? അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരുപാട് പേർക്ക് കിട്ടാത്ത ഒരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ. സോ അവരോട് എന്താ പറയാനുള്ളത്?
ഇനി ഇതുപോലത്തെ ചാൻസ് യൂസ് ചെയ്യാ. ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 18-30 വയസ്സിന് ഇടയ്ക്കുള്ള പെൺകുട്ടികൾ, ചുറുചുറുക്കുള്ള പെൺകുട്ടികളാണെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ സെൽഫി വീഡിയോ ഒരു പ്രൊഫൈൽ അയക്കുക. ദാറ്റ് ഈസ് 8089279522. ഇനി എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ ഈ ചുണക്കുട്ടികളുടെ ആദ്യ മത്സരം നേരെ വാ നേരെ പോ. ഈ മത്സരം കഴിയുമ്പോൾ രണ്ടുപേരും ഒരേ സ്കോറാണ് നേടിക്കുന്നത്, 360 പോയിന്റ്സ്. 360 പോയിന്റ്സ് രണ്ട് ടീമും ആ ഒരു റൗണ്ടിൽ കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് വാങ്ങി. രണ്ടാമത്തെ മത്സരം നമ്മുടെ തലയണ മന്ത്രത്തില് ടീം എ 300 പോയിന്റ് നേടി, ടീം ബി 0. താമരശ്ശേരി ചുരം കയറുമ്പോൾ ഇവിടെ രണ്ട് ടീമും ഒരുപോലെയാണ് മത്സരിച്ചത്. രണ്ട് ടീമിലും മൂന്ന് പേരും മുകളിലേക്ക് കയറി. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീമിൽ ഒരാളും ഞങ്ങളുടെ ടീമിൽ 3 പേരും കയറി കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളത് ഇവരെ നിർദ്ദേശിച്ചിട്ട് ഞാൻ വിട്ടത്. അപ്പൊ അവരതുപോലെ തന്നെ 3 പേരും ആദ്യം തന്നെ കയറിയപ്പോ ഞാൻ ജയിച്ചു ഉറപ്പിച്ചു. പക്ഷെ അവിടെ അവർ പാളിപ്പോയില്ല. അതുകൊണ്ട് രണ്ട് ടീമിനും ഫുൾ പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടത്തെ അന്തിമ വിജയം എന്ന് പറയുന്നത് ടീം എ ആണ്. നിങ്ങൾ നേടിയിരിക്കുന്നത് 1260 പോയിന്റ്സ്. ഞങ്ങൾ തകർന്നത് തലയണ മന്ത്രത്തിലാണ്. ഇവരുടെ തലയണ മന്ത്രത്തിൽ നമ്മൾ വീണുപോയി. ആ 300 പോയിന്റ് നമുക്ക് മിസ്സായി. നമുക്ക് കിട്ടിയത് 1260 പോയിന്റ്സ് ടീം എ നേടിയിരിക്കുമ്പോൾ ടീം ബി നേടിയിരിക്കുന്നത് 960 പോയിന്റ്സ് ആണ്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ദീപ, ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നമ്മളൊരു ബെസ്റ്റ് പെർഫോമറെ ചൂസ് ചെയ്യുന്നു, അയാൾക്ക് മാത്രം സമ്മാനം കൊടുക്കുന്ന രീതിയായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ അംഗക്കളത്തിലേക്ക് വന്നു തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമ്മാനം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് എല്ലാവർക്കും അടിപൊളി സമ്മാനം അവരുടെ വീടുകളിലേക്ക് അയച്ചു കൊടുത്തേക്കാം. അഡ്രസ് ദ മെൻസ് അപ്പാരൽ സ്പോൺസർ ചെയ്യുന്ന നല്ല സമ്മാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതാണ്. എല്ലാവർക്കും സന്തോഷമായോ? ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സന്തോഷമായിട്ടുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയമാണ്. മറ്റൊരു എപ്പിസോഡിൽ, ഒരു പുതുപുത്തൻ എപ്പിസോഡിൽ ഇതുപോലെ ചുണക്കുട്ടികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരയ്ക്കും this is boy it's me Deepan signing off and Suraj. ശുഭരാത്രി, ശുഭനിദ്ര.